എന്തിനാ അത്ര ഇഞ്ചിയും പച്ചമുളകൊക്കെ? എല്ലാവരും ഇഞ്ചിപ്പുളി വെക്കും. പുളിയിഞ്ചി പറയും. ഞങ്ങൾ ഇഞ്ചിപ്പുളി. പാലക്കാടിലെ നാട്ടിൽ എങ്ങനെയാണ് ഇഞ്ചിപ്പുളി വെക്കാന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ ഭാഗത്ത് കേട്ടാ പല വെക്കും. ഞങ്ങൾ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. അത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇന്നലെ പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചു മോളെവിടെ എന്താ പറയാ, സന്തോഷം ചോദിച്ചതിലൊക്കെ. എല്ലാവർക്കും 4-ാം തീയതി പരീക്ഷ ആയതുകൊണ്ട് രാവിലെ പഠിക്കാനായിട്ടാണ്. ഇന്ന് സ്കൂളിൽ പോകാനും പറ്റില്ല. ചെറിയൊരു ജലദോഷമായിട്ട് സ്കൂളിൽ പോകണല്ലോ. അപ്പം അതൊക്കെ കൂടി ഇന്ന് പഠിക്കാം. പാലക്കാട് നാട്ടിലെ ഇഞ്ചിപ്പുളി ഒരു തട്ടിക്കൂട്ടി പുളിങ്കറി എല്ലാം കൂടി വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി പുളിങ്കറി, ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാം വെച്ചിട്ടും കൂടിയിട്ട് ഒരു പുളിങ്കറി. പുളിയും ചോദിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇഞ്ചമ്പുളി ചട്ടി ചൂടാവട്ടെ. എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടാ. എണ്ണ ഒഴിച്ച് കൊടുത്തു, ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കട്ടെ കേട്ടാ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി 4 വറ്റൽമുളക് ഇട്ടേട്ടാ. 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി 100 ഗ്രാം ഇഞ്ചി കേട്ടാ. ഒരു 4 പച്ചമുളകും. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടാ. ചെറുതായിട്ട് അങ്ങനെ മൂക്കണ്ട. ഇഞ്ചിൻ്റെ ഇതൊക്കെ ഒന്ന് 2 മിനിറ്റ് വഴറ്റും. 4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാ. മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി. രണ്ട് നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ പുളി പുഴുങ്ങി വെച്ചാണ് കേട്ടോ. പിഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചതാ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ്. ഇനി എന്താണ്? തിളക്കട്ടെട്ടാ. ഒരച്ച് വെള്ളം ഇട്ട് കൊടുക്കട്ടെട്ടാ. ചെയ്താണ് കൈ കത്തി കൊണ്ട്. വെള്ളം ഇട്ട് കൊടുത്തില്ലേ? വെള്ളം ഇട്ട് കൊടുത്ത് നന്നായി കുറുകട്ടേട്ടാ. കുറുകിയിട്ട് കാണിക്കട്ടാ. ഇനി 2 ഐറ്റങ്ങൾ ഇടാണ്ട്. ഇഞ്ചിപ്പുളി നന്നായി കുറുകിയിട്ടുണ്ട് കേട്ടാ. എത്ര വെച്ചതാ? പകുതിയായി. വെച്ചല്ലേ ഇത് കുറുകിയിട്ട് കളർ വേണ്ട. കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി. ഇതൊക്കെ നമ്മൾ പൊടിപ്പിച്ചതാ. അല്ല, കായപ്പൊടി പൊടിച്ചതല്ല. തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇറക്കി വെക്കാം. എന്തൊരു കളറാ അതിൻ്റെ. ഇനി നമ്മുടെ പുളിങ്കറി വെക്കാം. പുളിങ്കറി വെക്കുന്ന എങ്ങനെ കാണിച്ചാലോ. ഇനി തട്ടിക്കൂട്ടി പുളിങ്കറി. ഒരു സവാള, വലിയൊരു ഉരുളക്കിഴങ്ങ്, 2-3 ചെറിയ വഴുതനങ്ങ, 2 ചെറിയ തക്കാളി, ബ്രിഞ്ചാൾ, ടൊമാറ്റോ, ഓണിയൻ, പൊട്ടാറ്റോ ഇട്ട് കൊടുത്തു.
തട്ടിക്കൂട്ടി ആയതുകൊണ്ട് ഒക്കെ ഒരുമിച്ചാണ്. അതെ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒരു സ്പൂണ്, 1.5 സ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേട്ടെ. അടച്ചു വെച്ച് കഴിക്കും. എത്ര കുക്കറിലടിക്കില്ല. എന്താ സ്പീഡ്. പഴയ ചിരകിട്ടാ ആണി അടിച്ച് ശരിയാക്കി. അതാണ് എടുത്ത് ശരിയാക്കി. ഇനി തേങ്ങ ചിരകിയതായിരിക്കും കാണുന്നത്. തേങ്ങത്തിൽ കുറച്ച് ജീരകം ഇട്ട് അരച്ചിട്ട് വരാട്ടാ. കറി നമ്മുടെ കഷ്ണമൊക്കെ വെന്തുട്ടാ. കറി പകുതിയായി. കഷ്ണമൊക്കെ വെന്തു. ഇതിലേക്ക് ചെറിയ നെല്ലിക്കൻ്റെ താഴെ പുളി പിഴിഞ്ഞ് ഒഴിക്കട്ടെ. പിഴിഞ്ഞ് വെച്ചതാണ്. കട്ടൻ ചായൻ്റെ കളർ കറുത്ത പുളി വെക്കും. ഇത്ര മതിയാ? കുറച്ച് മതി. ഒന്ന് തിളക്കട്ടെ. തിളച്ചു. ചെറിയൊരു മുറി തേങ്ങ ഉണ്ടാ. ജീരകവും തേങ്ങയും കൂടി അരച്ചതാണ്. അച്ഛൻ്റെ 1 മണിക്കൂറത്തെ കഷ്ടപ്പാട്. തേങ്ങ അരച്ചിട്ടില്ല, അരച്ചിട്ടല്ല ചിരകിയിട്ട്. എന്നാലും തുടങ്ങിയ മഴയാണ് ഇവിടെ. ഈശ്വര, എന്ത് മഴയെന്നാവോ ഈ മഴ തന്നെ. മനുഷ്യൻ്റെ പനി പിടിച്ചു. ചെറിയൊരു ജലദോഷം അതന്നെയാണ്. തിളക്കട്ടെ. എന്താ ഈ തളിച്ച നമ്മുടെ കറി തേങ്ങ ഇട്ടിട്ട് തിളച്ചുട്ടാ. താളിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ഇന്ന് മഞ്ചൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവട്ടെ. ചൂടായി. കടുകിട്ട് കൊടുക്കട്ടെ. ഓക്കെ. പൊട്ടി. എന്താ കറിവേപ്പില കളറ്? 4 ചെറിയ ഉള്ളി ഇട്ടാ. 3 വറ്റൽ മുളക്. ഒരു 3 വറ്റൽ മുളക്. 3 4 കറിവേപ്പില ആവശ്യത്തിന്. മുളക് പൊടി. റെഡി. എന്താ കളറ്? പുളിങ്കറി. പുളിങ്കറി സൂപ്പർ ഇഞ്ചിപ്പുളി റെഡിയായി. അപ്പോൾ ചൂട് ചോറൊന്നും എൻ്റെ മകള് സ്കൂളിൽ പോകണില്ല. പനിയാണ് ചെറുതായിട്ട്. കഷ്ടമായിപ്പോയി. ഞാൻ തന്നെ ആ ചോറ് തരവാ. ഇഞ്ചിപ്പുളി കുറുകി എൻ്റെ അമ്മ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അവൾക്ക് പനിയാണ്. കഞ്ഞി ഇഞ്ചിപ്പുളി നല്ല ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും കൊടുത്തിനും കഞ്ഞി നടക്ക് തരാം. നമ്മുടെ പുളിങ്കറിയും പുളിഞ്ചി കളറില്ലേ. സാധ ടേസ്റ്റ് ആണ് കേട്ടാ. എൻ്റെ പുളിഞ്ചി നോക്ക്. 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴിച്ചു. കൈ പൊള്ളിയിട്ടിരിക്കണേ അടുപ്പിന്ന്. ഇത് പൊളി. ഏട്ടാ ഒന്ന് കഴിച്ചു നോക്ക്. എൻ്റെ പുളി നമുക്ക് എത്ര കഴിച്ചാലും മതിയല്ലേ അല്ലേ. എങ്ങനെയുണ്ട് ഏട്ടാ? ഏട്ടാ മയങ്ങി ഇഞ്ചിപ്പുളിയിൽ. എൻ്റെ പുളിങ്കറി എങ്ങനെയുണ്ട് അത് പറഞ്ഞില്ല. നമ്മളെല്ലാം കൂടിയിട്ടുള്ളൊരു തട്ടിക്കൂട്ടി പുളിങ്കറി. എല്ലാവരും
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.